ഐശ്വര്യ, നീ എന്തൊക്കെയായി കാണിക്കുന്നേ? ഒന്നും തോന്നുന്നില്ലേ? നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമായോ? അപ്പോ അരുൺ ഒന്നും തോന്നുന്നില്ല? എന്താ കാര്യം? നീ അത് പറയേ. എന്റെ വയറ്റില് അരുണിന്റെ കുഞ്ഞിന്റെ ജീവന്റെ തുടിപ്പ് അരുൺ അറിയുന്നില്ലേ? അരുൺ ഒരച്ഛനാവാൻ പോവാ. ഒരു പുതിയ ആള് നമ്മുടെ ജീവിതത്തിൽ എത്താൻ പോവാ അരുൺ. നമ്മുടെ പൊന്നോമന കുഞ്ഞ്. അരുണിനെ പോലെ ഒരാൺകുഞ്ഞ് വേണമെന്നാ എന്റെ ആഗ്രഹം. അല്ല, അതും എന്താ അരുണേ, ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? ദൈവം നമ്മളെ കൈവിട്ടില്ല അരുൺ. അരുൺ എന്താ ഇങ്ങനെ? ഞാൻ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാ അരുണിനോട് ഇത് പറയാൻ വന്നത്. ഞാൻ കരുതി അച്ഛനാവാൻ പോവാന്നറിയുമ്പോ അരുൺ സന്തോഷത്തോടെ എന്നെ കെട്ടിപ്പിടിക്കുമെന്ന്. ഐശ്വര്യ, നീ പ്രഗ്നന്റ് ആണെന്ന് ആരാ പറഞ്ഞേ? അരുൺ കുറച്ചു ദിവസമായിട്ട് വല്ലാത്ത മനംപുരട്ടല്, ഛർദി. അമ്മയും അമൃതേടത്തിയും അപ്പോഴേ സംശയം പറഞ്ഞതാ. ഞാനത് കാര്യമാക്കിയില്ല. അതാ അരുണിനോട് പറയാതിരുന്നത്. പിന്നെ സംശയം തീർക്കാലോ എന്ന് കരുതി ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് നടത്തി. അപ്പോഴാ ഈ സന്തോഷ വാർത്ത അറിയുന്നേ. സ്കാനിംഗ് റിപ്പോർട്ട് കണ്ടിട്ട് അമ്മയ്ക്കും അമൃതേടത്തിക്കും എല്ലാവർക്കും സന്തോഷമായി. അതിന്റെ മധുര വിതരണവും സന്തോഷമാ അരുൺ വന്നപ്പോ കണ്ടത്. അരുണിനോട് ഇക്കാര്യം ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടാ അപ്പോ അവരാരൊന്നും പറയാതിരുന്നേ. നമ്മുടെ രണ്ടാളുടെയും ജീവിതത്തില് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ ഇത്? അപ്പൊ ഇത് എനിക്ക് തന്നെ അച്ഛനാവാൻ പോകുന്ന ആളോട് നേരിട്ട് പറയണമെന്ന് കരുതി. ഇത് കേട്ടപ്പോ അരുണ് സന്തോഷായില്ലേ? അതെ. അരുണിന്റെ കുഞ്ഞ എന്റെ വയറ്റിൽ കിടക്കുന്നേ. അതറിഞ്ഞിട്ട് അരുൺ സ്നേഹത്തോടെ ഒന്നും പറഞ്ഞില്ല. ചേർത്ത് പിടിച്ച് ഒരു മുത്തം ഞാൻ പ്രതീക്ഷിച്ചു. ശരി, ഞാൻ വരാം. അങ്ങനെ വെറുതെ വിടില്ലാരും. ഈ ഇല്ലാ ഗർഭം വെച്ച് ഞാൻ നിന്നെ വട്ടം കറക്കും. അരുൺ ഒരച്ഛനാവാൻ പോവാ. ഒരു പുതിയ ആള് നമ്മുടെ ജീവിതത്തിൽ എത്താൻ പോവാരും. നമ്മുടെ പൊന്നോമന കുഞ്ഞ്.
അരുൺ പറയൂ. സോറി സാർ, രാത്രി ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിന്. സാരമില്ല, ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമല്ലേ. പറയൂ. അത് ഒരു പ്രോബ്ലം ഉണ്ട് സാർ. എന്താ, ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തപ്പോൾ ഐശ്വര്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അല്ല സാർ, ഞാൻ ഡിവോഴ്സ് നോട്ടീസ് ഐശ്വര്യയ്ക്ക് കൊടുക്കാനിരുന്നാ. അപ്പോഴാണ് അറിയുന്നത് ഐശ്വര്യ പ്രഗ്നൻ്റ് ആണെന്ന്. അതെയോ? ടെസ്റ്റ് റിപ്പോർട്ടെല്ലാം ഉണ്ട്, പ്രഗ്നൻ്റാ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അയ്യോ അരുൺ, അത് പ്രശ്നമാണല്ലോ. പ്രത്യേകിച്ച് ഭാര്യ പ്രഗ്നന്റ് ആയ ഈ അവസ്ഥയിൽ ഡിവോഴ്സ് കിട്ടാൻ വലിയ പ്രയാസമാണ്. അല്ലെങ്കിൽ തന്നെ മറ്റൊരു വിവാഹം കഴിച്ച അതിലൊരു കുട്ടിയുള്ള ആൾ തന്നെ ചീറ്റ് ചെയ്ത് വിവാഹം കഴിച്ചതാണെന്ന് ഐശ്വര്യ കോടതിയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അത് പ്രശ്നമായിരുന്നു. അതിനൊപ്പം ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന ഭാര്യ പ്രഗ്നന്റ് ആണെന്നുള്ള പ്രശ്നവും. ഇതത്ര സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്രശ്നമല്ല. അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? വേണമെങ്കിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫോർവേഡ് ചെയ്യാം. പക്ഷെ അരുണിന് ഡിവോഴ്സ് കിട്ടാനുള്ള ചാൻസ് അതില്ലാന്ന് തന്നെ പറയാം. മാത്രമല്ല, ചീറ്റിംഗ് കേസിൽ അരുണിനെ റിമാൻഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഐശ്വര്യ ഡിവോഴ്സിന് സ്വമേധയാ സമ്മതിക്കണം. അതിന് ഒട്ടും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലേ? ഞാൻ പറഞ്ഞില്ലേ, കേസ് വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഐശ്വര്യമായിട്ട് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കാൻ നോക്കും. അതായിരിക്കും നല്ലത്. സാറും എന്നെ കൈവിടുകയാണോ? സോറി അരുൺ, നിയമത്തിൽ സ്ത്രീകൾക്ക് പരിരക്ഷ കൂടുതലാണ്, അറിയാലോ. പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ അത് അത്യാവശ്യമാണ്. അപ്പോൾ എന്നെപ്പോലെ സ്ത്രീകളുടെ പീഡനം ഏൽക്കുന്നവർക്ക് ഇതിൽ നിന്ന് ഒരു രക്ഷയുമില്ലേ? അതിന് വഴിയൊക്കെ ഉണ്ട്. പക്ഷേ ഡിവോഴ്സ് അത്ര സിമ്പിളായിട്ട് നടക്കില്ല. അരുണൊന്ന് ആലോചിക്കും, എന്നിട്ട് നല്ലൊരു തീരുമാനത്തിലെത്ത്. ഓക്കെ? ആ, എന്തായാലും ഞാൻ കൊടുത്ത ഡോസ് ഏറ്റു. എന്നോട് കളിച്ചാ ഇങ്ങനെ തന്നെ ഇരിക്കും. ഐശ്വര്യ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ? സംശയമില്ലെന്ന് മാത്രമല്ല, എന്റെ അഭിനയത്തില് ഇവിടെ എല്ലാവരും ഫ്ലാറ്റ്. മായ പറഞ്ഞത് ശരിയാ. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കേട്ടപ്പോ വസുന്ധരാമയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. എന്നോടുള്ള ദേഷ്യം എല്ലാം മറന്നതുപോലെ. ഈ പ്രഗ്നൻസിയിൽ അവിടെ എല്ലാരും പെട്ടെന്ന് വീഴുന്നേ എനിക്ക് ഉറപ്പായിരുന്നു.
നിന്നോടുള്ള പിണക്കവും ദേഷ്യവും മാറിക്കിട്ടാനുള്ള ഒറ്റമൂലിയ ഈ പ്രഗ്നൻസി ഡ്രാമ. അയ്യോ, അത് കേട്ടപ്പോഴാ എന്റെ മായേ, അരുണിന്റെ കാര്യവാ അതിനേക്കാൾ കഷ്ടം. പറയേ കേൾക്കട്ടെ. ആദ്യമായി ഗർഭം ഭർത്താവിനോട് പറയുന്ന ഒരു പെണ്ണിന്റെ ഭാവനയിലാ ഞാൻ അരുണിന്റെ അടുത്തേക്ക് ചെന്നത്. എന്നിട്ട് പറയേ. ഞാൻ പ്രഗ്നന്റ് ആണ്, അരുൺ ഒരു കുഞ്ഞിന്റെ അച്ഛനാവാൻ പോവാന്ന് പറഞ്ഞപ്പോ അരുണിന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. വിളറി വെളുത്ത് ഞെട്ടി തകർന്ന് അരുൺ ഒരു പരുവത്തിലായി. അത് വേണം, അത് തന്നെ വേണം. ഇങ്ങനെ സ്വന്തം ഭാര്യയെ തിരിഞ്ഞു നോക്കാതെ ആ അശ്വതിക്ക് പിന്നാലെയല്ലേ അരുൺ നടക്കുന്നേ? ഇങ്ങനെ മറ്റു പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നവന്മാർക്ക് ഇങ്ങനെ തന്നെ നമ്മൾ സ്ത്രീകളെ തിരിച്ചു കൊടുക്കണം. ആ മായ, ഇത് കേട്ടതും റൂമിൽ നിന്ന് പെട്ടെന്ന് അരുൺ ചാടിയിറങ്ങി. എന്നിട്ട് അഡ്വക്കേറ്റിനെ വിളിച്ചു. ആ സംസാരവും ഞാൻ മാറി നിന്ന് കേട്ടു. പ്രഗ്നൻസി പ്രശ്നത്തില് വക്കീലും അരുണിനെ കൈയൊഴിഞ്ഞു എന്നാ തോന്നുന്നേ. ഒടുവിലെ അരുൺ ആ ഡിവോഴ്സ് പേപ്പർ ആണെന്ന് തോന്നുന്നു അങ്ങ് കീറിക്കളഞ്ഞു. ഓ, ഇപ്പോഴാ എനിക്കൊന്ന് സമാധാനായത്. താങ്ക്സ് മായേ, പറഞ്ഞു തന്ന ഐഡിയയ്ക്കും ഒപ്പം നിന്നതിനും താങ്ക്സ്. പക്ഷേ ഇനിയാണ് ഐശ്വര്യ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഇനി എല്ലാവരുടെയും ശ്രദ്ധ എപ്പോഴും ഐശ്വര്യയിലുണ്ടാവും. ഇത് കള്ളഗർഭമാണെന്ന് ആർക്കെങ്കിലും സൂചന കിട്ടിയ അറിയാലോ, ആ നിമിഷം ഐശ്വര്യ വീടിന് പുറത്താ. ആ തക്കം നോക്കി ആ അശ്വതി അരുണിനെ സ്വന്തമാക്കുകയും ചെയ്യും. ആ കുഞ്ഞുള്ളതാ അശ്വതിക്ക് പ്ലസ് പോയിന്റ്. അത് നീ മറക്കരുത്. ഐശ്വര്യ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വസുന്ധരയ്ക്കും അവിടെയുള്ള എല്ലാവർക്കും ആ ശ്രീകുട്ടിയെ അത്രയ്ക്ക് സ്നേഹമാ. അതും ഐശ്വര്യക്ക് ദോഷം ചെയ്യും. അതിനൊന്നിനും ഞാൻ ഇടവരുത്തില്ല മായേ. ഇനിയാ ഇവിടെ അരുണും എല്ലാവരും ഈ ഐശ്വര്യയുടെ പ്രഗ്നൻസി അഭിനയം ശരിക്കും കാണാൻ പോകുന്നത്. ശരി മായേ, അരുണിപ്പോ വരും. ഞാൻ നാളെ സൗകര്യം പോലെ വിളിക്കാം. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ. ഐശ്വര്യക്ക് എന്തിനും ഏതിനും ഈ മായ കൂടെ ഉണ്ടാവും, ഉറപ്പ്. ഓക്കെ. അപ്പോ എന്റെ മോളുടെ കത്തിക്കരിഞ്ഞ ആ മുഖം, അത് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. അരുൺ, നീ 2 ഭാര്യമാരടുത്തും സുഖിച്ചു വാഴില്ല. ഈ മായ അതിന് സമ്മതിക്കില്ല. എന്തായാലും എനിക്കിപ്പോഴാ സന്തോഷമായത്. ഐശ്വര്യടുത്തിയും പ്രഗ്നന്റ് ആയല്ലോ. കുഞ്ഞേ വേണ്ടാന്ന് പറഞ്ഞ് നടന്നിരുന്ന ആൾ ഐശ്വര്യടുത്തി. എനിക്കിപ്പോ സന്തോഷത്തെക്കാളേറെ ആശ്വാസം തോന്നുന്നു. ഇനിയെങ്കിലും ഒരു അമ്മയാമ്മ പോകുന്നതിന്റെ മഹത്വം ഐശ്വര്യടുത്തി മനസ്സിലാക്കുമല്ലോ. അങ്ങനെയായ പിന്നെ മുന്നത്തെ പോലെ ഇനി ശ്യാമയെ ദ്രോഹിക്കാനായിട്ട് ശ്രമിക്കില്ല. അതുറപ്പല്ലേ? അത് ശരിയാ. ഇനി മുതൽ അമ്മയുടെ പല പല അവസ്ഥകളിലൂടെയാ ഐശ്വര്യടുത്തിയും കടന്നു പോകാൻ പോകുന്നത്. ഇനി ഏത് നിമിഷവും തന്റെ കുഞ്ഞ്, വയറ്റിൽ അതിന്റെ ചലനങ്ങൾ, ആ പൊന്നോമന പിറക്കുന്നത്, ആ കുഞ്ഞിന്റെ കളിച്ചിരി, അങ്ങനെ ഓരോ സ്വപ്നങ്ങളായിരിക്കും ഐശ്വര്യടുത്തിയുടെ മനസ്സിൽ. അപ്പൊ പിന്നെ ആരെയും ദ്രോഹിക്കാൻ സമയം കിട്ടില്ലല്ലോ. അറിയട്ടെ, ഐശ്വര്യടുത്തി ഒരമ്മയുടെ വേദനയും സങ്കടവും പിന്നെ സന്തോഷവും എല്ലാം ശരിക്കും അറിയട്ടെ. അപ്പോ ഐശ്വര്യടുത്തേക്ക് തന്നെ പ്രഗ്നന്റായ എന്നോട് ചെയ്തത് ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് സ്വയം ബോധ്യായിക്കോളും. എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ ഒരു തോന്നൽ ഐശ്വര്യടുത്തേക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. ഉണ്ടാവും, ഉറപ്പായിട്ടും ആ തോന്നലുണ്ടാവും. അതിൽ സംശയമില്ല. എന്റെ തന്നെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാ. എന്റെ മനസ്സിലിപ്പോ പാട്ടും കമ്പനി കാര്യങ്ങളും ഒന്നുമില്ല. വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞ്
അവൻ എപ്പോഴും എന്റെ മനസ്സിലിങ്ങനെ ഓടിക്കളിക്കുക, എന്നോട് കൊഞ്ചും ചിരിക്കും ഒക്കെ ചെയ്യാം. അമ്മയെന്ന് വിളിച്ച് എന്നെ നോക്കി പുഞ്ചിരിച്ച് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണന്റെ മുഖം എന്റെ മനസ്സിലെപ്പോഴും. ഓ, അങ്ങനെയാണോ കാര്യങ്ങള്? ശരിക്കും അതെ. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വല്ലാത്ത ഫീലിലാണ് ഞാനിപ്പോ ഉള്ളത്. ആഹാ, ശരിയാണോടാ? അമ്മ പറഞ്ഞ ശരിയാണോ? പറയേ. നമ്മുടെ ഉണ്ണിക്കണ്ണനൊന്നും പറയുന്നില്ലല്ലോ. അവൻ മറുപടി പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലാവും. മറുപടി പറയുന്നോ? ഞാൻ കേൾക്കുന്നില്ലല്ലോ. ആ, അങ്ങനെ മാറി നിന്ന എങ്ങനെ കേക്ക? അവൻ മെല്ലെയാ പറയുന്നേ. അതെയോ? എന്നാലത് അറിയണമല്ലോ. പറമോനെ, കേക്കട്ടെ. ഒന്നും പറയുന്നില്ലല്ലോ. അതേ, അച്ഛനോട് അവൻ പിണക്കാ. അങ്ങനെയാണോ? ശരിക്കും പിണക്കാ. അവനോട് വർത്താനൊന്നും പറയുന്നില്ലല്ലോ, അതുകൊണ്ട്. എന്നാ നമുക്ക് ആ പിണക്കൊന്ന് തീർക്കണമല്ലോ. എങ്ങനെ? അതിന് വഴിയുണ്ട്. ഞാനേ എന്റെ മോന് ഒരു മുത്തം കൊടുക്കാൻ പോവാ. പിണക്കം തീർന്നു മോനെ? ഇപ്പൊ തീർന്നു അവൻ പറയാ. മുത്തശ്ശി, മുത്തശ്ശി, മോളെ, മുത്തശ്ശി. മോക്ക് സുഖാണോ? ആ, മുത്തശ്ശിക്കോ? എനിക്ക് സുഖാ മോളെ. ദാ ഇതേ മോൾക്കുള്ളതാ. മുത്തശ്ശി, ഞാനും അമ്മയും ഇന്നലെ പല പ്രാവശ്യം വിളിച്ചിരുന്നു, ഫോൺ എടുക്കാത്തെന്താ? മോളെ, ഞാനും അവിടുത്തെ മുത്തശ്ശിയും ആന്റിമാരും എല്ലാരും കൂടി മൂകാംബികയിലേക്കൊന്ന് പോയി. എന്റെ കയ്യിലിരിക്കുന്ന പൊട്ട ഫോണല്ലേ, അവിടെ റേഞ്ച് കിട്ടില്ല. ആ, അതാ വിളിച്ചിട്ട് കിട്ടാത്തെ. മോള് വാ, അകത്തേക്ക് പോ. അമ്മയോ? അമ്മേ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയൊക്കെ നന്നായിരുന്നു, പക്ഷെ ഇടയ്ക്ക് നിർത്തി ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു. അതെന്താ, അമ്മയ്ക്ക് സുഖമില്ലാതായോ? സുഖമില്ലാത്തത് എനിക്കല്ല. അകത്തേക്ക് വാ, സംസാരിക്കാനുണ്ട്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? മുഖം എന്താ വല്ലാതിരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെയാ പറയണ്ടേ? അല്ല, എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അകത്തേക്ക് കേറ്, എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. എന്തിനാ മുത്തശ്ശി അമ്മയെ വഴക്ക് പറയുന്നേ? ഹേയ്, ഒന്നുമില്ല മോളെ. മോൾ അകത്ത് ചെന്ന് ദേ ഇതിനകത്ത് നെയ്യപ്പം പപ്സും ഒക്കെ ഉണ്ട്, എടുത്ത് കഴിക്ക. കഴിക്കാം. മുത്തശ്ശി അമ്മയും വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ആദ്യം മോള് പോയി കഴിക്ക, ഞങ്ങള് പിന്നെ കഴിച്ചോളാം. മോള് ചെല്ലേ. മോള് പോയി കഴിച്ചിട്ട് വാ, പൊക്കോ. മോള് നിന്നതുകൊണ്ടാ ഞാൻ കൂടുതലൊന്നും പറയാത്തത്. എന്താ ഇവിടെ പ്രശ്നം? എന്ത് പ്രശ്നം? ഞാനൊന്നും അറിയില്ലാന്ന് കരുതിയോ? സത്യം പറ, ഇവിടെ എന്താ നടന്നത്? അത് അമ്മ, ഇവിടെ എന്താ നടന്നത് അതെനിക്ക് അറിയണം. അത് അശ്വതിക്ക് പറയാൻ പ്രയാസമാണെങ്കിൽ ഞങ്ങൾ പറയാം. അയൽക്കാരെന്ന് പറഞ്ഞാലേ വെറും വിഡ്ഢികളല്ല, ഇത്തിരി അഭിമാനത്തോടുകൂടി കഴിയുന്നവരാ ഞങ്ങൾ. ഉള്ള സത്യം പറയാലോ വനജേച്ചി,
മോളെ നടപടിക്രമങ്ങൾ ഒട്ടും ശരിയല്ല. അയൽപ്പക്കത്ത് പെൺകുട്ടികളും കുടുംബവുമായി ആൾക്കാർ താമസിക്കുക എന്നുള്ള യാതൊരു ബോധവും നിങ്ങളുടെ മോൾക്കില്ല. രാത്രിയെന്നില്ല പകലെന്നില്ല മാറി മാറി ആൾക്കാരുടെ വരവ് പോക്കാ ഇവിടെ.